എന്താണ് കോൾപോസ്കോപ്പി എന്ന് നോക്കാം. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗൈനക്കോളജി പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സെർവിക്സ് ഏരിയ വളരെ വ്യക്തമായി കാണാനുള്ള ഒരു പ്രൊസീജിയറാണ് ഇത്. ഇതിനെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കോൾപോസ്കോപ്പ്. ഇനി എന്തൊക്കെ ഇൻഡിക്കേഷൻ ഉള്ളപ്പോഴാണ് നമ്മൾ കോൾപോസ്കോപ്പി ചെയ്യേണ്ടതെന്ന് നോക്കാം. 1, പാപ്സ്മിയർ ടെസ്റ്റ് അബ്നോർമലായിട്ട് കാണുവാണെങ്കിൽ. 2, നമ്മുടെ സെർവിക്സ് ഏരിയ അബ്നോർമാലിറ്റി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ പെൽവിക് എക്സാമിനേഷന്റെ സമയത്ത് സെർവിക്സ് ഏരിയയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണുകയാണെങ്കിൽ. 3, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV വൈറസിന്റെ പ്രസന്റ് മനസ്സിലാക്കുകയാണെങ്കിൽ. 4, നമുക്ക് എന്തെങ്കിലും വജൈനൽ ബ്ലീഡിങ്ങോ ഡിസ്ചാർജോ ഒക്കെ കൂടുതലായിട്ട് വരുവാണെങ്കിൽ കോൾപോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടതാണ്. ഇപ്പോൾ പറഞ്ഞ എല്ലാ ഇൻഡിക്കേഷനും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർ നമ്മൾക്ക് കോൾപോസ്കോപ്പിക്ക് നിർദ്ദേശിക്കും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു 10 അല്ലെങ്കിൽ 20 മിനിറ്റ് ചെയ്ത് തീർക്കുന്ന ഒരു കാര്യമാണ്. പേഷ്യൻറ്റിനെ എക്സാമിനേഷൻ ടേബിളിൽ കിടത്തി നമ്മൾ ഡെലിവറി പൊസിഷനിൽ കിടത്തി എന്നിട്ട് വജൈനയിൽ ഒരു സ്പെക്കുലം വെക്കുന്നു. എന്നിട്ട് വജൈനയും സെർവിക്സും ക്ലീൻ ചെയ്തതിന് ശേഷം എക്സാമിനർ കോൾപോസ്കോപ്പ് വെച്ചിട്ട് വൾവയും വജൈനയും സെർവിക്സും എക്സാം ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ അബ്നോർമൽ അല്ലാത്ത എന്തെങ്കിലും ഡോക്ടർ കണ്ടാൽ അത് ബയോപ്സി ടെസ്റ്റിന് എടുക്കുകയോ അതുപോലെ തന്നെ ഹിസ്റ്റോപാത്തോളജിക്കൽ എക്സാമിനേഷൻ അയക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രൊസീജിയർ റിക്കവറി ടൈം നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇതൊരു OPD പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരാം. അതുപോലെ ഇത് കഴിഞ്ഞ വജൈനയിലേക്ക് ഒന്നും തന്നെ ഇൻസർട്ട് ചെയ്തില്ല, ലൈക്ക് ടാമ്പോൺസ്, ക്രീംസ് എക്സെട്ര. ഇനി ബയോപ്സി എടുക്കുവാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ സെക്ഷൽ കോണ്ടാക്റ്റ് ഒഴിവാക്കണം. ഇതിന് കോംപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇല്ലാത്തൊരു പ്രൊസീജിയറാണ്.